ഹലോ ഫ്രണ്ട്സ്, ടെക്സ് ആൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ബെന്നാർഘട്ട ബയോളജിക്കൽ പാർക്കിലാണ്. അപ്പം നമ്മൾ പാർക്കിലേക്ക് കടക്കാനുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ സഫാരിക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ സഫാരി ആരംഭിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ ഹെർബിവോർസ് ഏരിയയാണ് കവർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഈ ബെന്നാർഘട്ട നാഷണൽ പാർക്കിൽ കവർ ചെയ്യാനുള്ളത്. 1 സഫാരി, 2 സൂ, 3 ബട്ടർഫ്ലൈ പാർക്ക്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ കവർ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ എലിഫന്റ് സഫാരി ഏരിയയിലേക്കാണ് പോകുന്നത്. നമുക്കിവിടെ ജംഗിൾ സഫാരിക്ക് വേണ്ടി ഡിഫറെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ജീപ്പ്, ട്രക്ക്, AC ബസ്, നോൺ AC ബസ്, ഇതിനകത്തെല്ലാം നമുക്കിവിടെ ജംഗിൾ സഫാരി നടത്താം. ഞാനിപ്പോൾ എടുത്തേക്കുന്ന 300 രൂപയുടെ നോൺ AC ബസ്സിലെ സഫാരിയാണ്. അതിനകത്ത് സൂവും ഇൻക്ലൂഡ് ആണ്. പിന്നീട് നമ്മൾ കവർ ചെയ്യേണ്ടത് ബട്ടർഫ്ലൈ പാർക്കാണ്. അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് കാർണിവോറസ് ഏരിയയിലേക്കാണ്. മൈസൂർ എലിഫന്റ് റിസർവിൻ്റെ നോർത്ത് മോസ്റ്റ് പാർട്ടിലാണ് ബെന്നാർഘട്ട നാഷണൽ പാർക്ക് ഉള്ളത്. ഈ കാണുന്ന മതിലിൻ്റെ തൊട്ടപ്പുറം എല്ലാം മറ്റ് ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഏരിയ ആണ്. ഉദാഹരണത്തിന് നമ്മുടെ വയനാട് വൈൽഡ് ലൈഫ് സാഞ്ചുറി, ബന്ദിപ്പൂർ ടൈഗർ റിസർവ്, ഇതുമായിട്ടൊക്കെ ഈ സ്ഥലം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സവാരി അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി നെക്സ്റ്റ് കാണാനുള്ളത് സൂവും ബട്ടർഫ്ലൈ പാർക്കുമാണ്. പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ബട്ടർഫ്ലൈ പാർക്കിൻ്റെ എൻട്രി ഫീസ് 50 രൂപയാണ്. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഗാർഡനും പിന്നെ അതുകൂടാതെ ബട്ടർഫ്ലൈ എക്സിബിഷനുമാണ്. ഈ ഗാർഡനകത്ത് പ്രത്യേകിച്ച് ഒന്നും സ്പെഷ്യലായിട്ട് കാണാനില്ല. കുറേ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. പിന്നെ ഒരു നല്ല രീതിയിലൊരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് ബട്ടർഫ്ലൈ പാർക്കിലെ എക്സിബിഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ എക്സിബിഷൻ്റെ സെൻറ്ററിലാണ് ഉള്ളത്. ഇവിടെ മെയിനായിട്ട് കാണാനുള്ളത് ബട്ടർഫ്ലൈയുടെ ലൈഫ് സൈക്കിള്, പിന്നെ ബട്ടർഫ്ലൈയുടെ ബോഡി പാർട്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ചെറിയൊരു വിവരണമാണ് ഈ എക്സിബിഷനകത്ത് നമുക്ക് കാണാനായിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ബട്ടർഫ്ലൈ പാർക്ക് കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അടുത്ത നമ്മൾ സൂവിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ബെന്നാർഘട്ട നാഷണൽ പാർക്കിൻ്റെ സൂ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സൂ ആണ്. ഏകദേശം എല്ലാ ടൈപ്പും ആനിമൽസും നമുക്കിവിടെ കാണാനായിട്ട് കഴിയും.
നമ്മളിപ്പോൾ നിൽക്കുന്ന നീൽഗായ് ഏരിയയിലാണ്. അപ്പോൾ നമ്മുടെ ക്യാമറ കണ്ടിട്ടാണെന്ന് തോന്നുന്നു നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. നല്ലൊരു വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് കാണാനുള്ള റെപ്റ്റൈൽസിൻ്റെ ഏരിയയും ബേഡ്സിൻ്റെ ഏരിയയാണ്. ബെന്നാർഘട്ട നാഷണൽ പാർക്ക് ബാംഗ്ലൂരിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ ബാംഗ്ലൂർ മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടത്തേക്ക് ബസ് സർവീസ് അവൈലബിൾ ആണ്. നമ്മുടെ ഫാമിലിയുടെ കൂടെയും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയും വന്നിട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, എൻജോയ് ചെയ്യുക.